Okay, so finally Realme Youth series, അതായത് Realme Narzo സീരീസിൻ്റെ നെക്സ്റ്റ് പതിപ്പ് ഫെബ്രുവരി 24th ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഒഫീഷ്യൽ ലോഞ്ച് ഡേറ്റ് കൺഫേം ആയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരുപാട് ഒഫീഷ്യലും അൺഒഫീഷ്യലും ലീക്സും റൂമേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഇത്തവണ ഒരു മാറ്റമുണ്ട്. കഴിഞ്ഞ തവണ 3 ഫോൺസ് ആണ് വന്നത്. Narzo 20 Pro, 20 പിന്നെ 20A. ഇത്തവണ 30 ഇല്ല. സോ 30 Pro ഉണ്ട്, 30A ഉണ്ട്, 30 എങ്ങും കാണാനില്ല. സോ മിക്കവാറും ഇത്തവണ 2 ഫോൺസേ ഉണ്ടാവുള്ളൂ. സോ ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം എന്തൊക്കെ പുതിയ സ്പെസിഫിക്കേഷൻസ് ആണ് Realme Narzo സീരീസ് വന്നിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഇതൊരു റീബ്രാൻഡഡ് ഫോണാണോ അതൊരു പുതിയ ഫോണാണോ അതൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, സോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാൻ എണ്ണത്തിന് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. നമ്മളെല്ലാവരും അറിയുന്ന ഒരു ഫാക്റ്റാണ് ഈ ഫോൺ കമ്പനികൾ ഇപ്പം വേറെ വേറെ രാജ്യങ്ങളിൽ വേറെ വേറെ പേരിലാണ് ഫോൺസ് ഇറക്കുന്നത്. ഫോർ എക്സാമ്പിൾ റിയൽമി ആണെങ്കിലും ഷവോമി ആണെങ്കിലും ചൈനയിൽ ഇറക്കുമ്പോൾ മറ്റൊരു പേരായിരിക്കും, തായ്ലൻഡിലേക്ക് ചെല്ലുമ്പോൾ മറ്റൊരു പേര്, വിയറ്റ്നാമിൽ പോകുമ്പോൾ മറ്റൊരു പേര്, ഇന്ത്യയിലേക്ക് വരുമ്പോൾ മറ്റൊരു പേര്. അങ്ങനെയാണ് സംഭവം. ഇപ്പോൾ റീബ്രാൻഡിങ് സൈക്കിളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതേ രീതിയിൽ ഈ 2 ഫോൺസും ഇപ്പോൾ നാർസോ 30 Pro ആണെങ്കിലും 30A ആണെങ്കിലും 2 ഫോൺസും റീബ്രാൻഡഡ് ഫോൺസ് തന്നെയാണ്. ഫസ്റ്റ് നമുക്ക് Realme Narzo 30A സ്പെസിഫിക്കേഷൻസും ഫീച്ചേഴ്സും നോക്കാം. സോ കഴിഞ്ഞ വർഷം വന്നൊരു ഫോണാണ് Realme 7i. സോ 7 വന്നു കഴിഞ്ഞ് ഒരു ഫോൺ വന്നിരുന്നു 7i. അത്രയും ഹിറ്റായില്ല. ഈ ഒരു 7iൻ്റെ ഒരു ഗ്ലോബൽ വേരിയൻ്റ് ഉണ്ടായിരുന്നു. സോ ഇന്ത്യയിൽ വന്നപ്പോൾ അതിൽ ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 662 ആയിരുന്നു. പക്ഷേ ഇതേ ഫോണിൻ്റെ ഗ്ലോബൽ വേരിയൻറ്റിൽ ക്വാൾകോമിൻ്റെ ചിപ്സെറ്റ് അല്ല, അതിന് പകരം മീഡിയ ടെക്കിൻ്റെ ഹീലിയോ G85 ആയിരുന്നു. സോ ഈ Realme 7iൻ്റെ ഗ്ലോബൽ വേരിയൻറ്റിൻ്റെ ഒരു റീബ്രാൻഡഡ് വെർഷനാണ് Narzo 30A. ഈ ഫോൺ ഓൾറെഡി ഗീക്ക് ബെഞ്ചിലും പിന്നെ ചില സർട്ടിഫിക്കേഷൻ വെബ്സൈറ്റിലൊക്കെ വന്നതാണ്. അതുവഴി ഒരുപാട് സ്പെസിഫിക്കേഷൻസ് ഒക്കെ ലീക്ക് ആയതാണ്. സോ അത് നോക്കും, ആ സ്പെസിഫിക്കേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പം നമുക്ക് ഓൾമോസ്റ്റ് ഷ്യൂർ ആണ് 7i ആണ് ഈ ഒരു ഫോൺ. 7i ഗ്ലോബൽ വേരിയൻറ്റ്, ഇന്ത്യൻ വേരിയൻ്റ് അല്ല, ഗ്ലോബൽ വേരിയൻറ്റ്. സോ സ്പെസിഫിക്കേഷൻ നോക്കിയാൽ 6.5 ഇഞ്ചിൻ്റെ IPS LCD ഡിസ്പ്ലേ ആണ്, HD+ ഡിസ്പ്ലേ ആണ്. സോ ഫുൾ HD+ അല്ല, 7iലും HD+ ആയിരുന്നു, ഇതിലും HD+ ആണ്. 60 ഹെർട്സിൻ്റെ ആണ്, 450 നിറ്റ്സ് മാക്സ് ബ്രൈറ്റ്നസ് ഉണ്ടാവും. മീഡിയ ടെക് ഹീലിയോ G85 12 നാനോമീറ്റർ ഒക്ടാ-കോർ ചിപ്സെറ്റ് ആണ്, 2.0 GHz ആണ് ടോപ്പ് ക്ലോക്ക് സ്പീഡ്. മിക്കവാറും 2 വേരിയൻസിൽ വരും, 4GB 64GB പിന്നെ 4GB 128GB. 48 മെഗാ പിക്സലിൻ്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഉണ്ടാവും. 8 മെഗാ പിക്സലിൻ്റെ ആയിരിക്കും സെൽഫി ക്യാമറ. 6000 mAh ബാറ്ററി, 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ. ഇതൊക്കെയാണ് ബേസിക്കലി 30A ഒരു സ്പെസിഫിക്കേഷൻ സെറ്റപ്പ്. ഒന്നുകൂടെ HD+ ഡിസ്പ്ലേ ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പം ഷവോമിയുടെ സൈഡിൽ നിന്നും Redmi 9 പവറിൽ ഫുൾ HD+ ഉണ്ട്. പോക്കോൻ്റെ Redmi 9 പവറിൻ്റെ റീബ്രാൻഡിംഗ് ആയ പോക്കോ M3യിലും നമ്മൾ അൺബോക്സ് ചെയ്തിരുന്നു. സോ പോക്കോ M3യിലും ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഒന്നുകൂടെ റിയൽമിയുടെ സൈഡിൽ നിന്ന് HD+ ആണ് വരാൻ പോകുന്നത്. അറ്റ്ലീസ്റ്റ് ഇതിൻ്റെ പ്രൈസ് 10,000 താഴെയാണെങ്കിൽ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷേ 10,000 മേളിലാണെങ്കിൽ എന്തായാലും HD+ ഡിസ്പ്ലേ ഒന്നുകൂടെ ജസ്റ്റിഫൈ ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. കാരണം Realme 7i അതുകൊണ്ടാണ് അത്രയും ഹിറ്റ് ആവാതിരുന്നത്, കാരണം അതിൽ HD+ ഡിസ്പ്ലേ ആയിരുന്നു. ഓക്കെ, അതാണ് മെയിൻ റീസൺ. ഇനി നമുക്ക് Narzo 30 Proൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കാം. ഈ ഫോണിൻ്റെ മിക്ക എല്ലാ മെയിൻ സ്പെസിഫിക്കേഷൻസും ആ ഒരു ഫ്ലിപ്കാർട്ടിൻ്റെ ലാൻഡിംഗ് പേജിലുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് ഒഫീഷ്യലായിട്ട് പറയാൻ കഴിയും. മെയിൻ ആണ് മീഡിയ ടെക്കിൻ്റെ ഡയമൻസിറ്റി 800U 5G ചിപ്സെറ്റ് ആണ് വരാൻ പോകുന്നത്. ഓക്കെ, സോ ഇതൊരു 5G ഫോണായിരിക്കും. 800U എന്ന് പറയുമ്പോൾ റിയൽമിയുടെ X7ൽ വന്ന ഒരു ചിപ്സെറ്റ് ഉണ്ടല്ലോ, എക്സാക്ട്ലി സെയിം ചിപ്സെറ്റ് ആണ് ഇതിലും വരാൻ പോകുന്നത്. 7 നാനോമീറ്റർ ഒക്ടാ-കോർ പ്രൊസസ്സറാണ് ഉള്ളത്. 2.4 GHz ആണ് ടോപ്പ് ക്ലോക്ക് സ്പീഡ്. 2 വേരിയൻസിന് വരും മിക്കവാറും, 6GB ആൻഡ് 8GB. ഡിസ്പ്ലേ ഫീച്ചേഴ്സും ആ ഒരു ലാൻഡിംഗ് പേജിൽ ഓൾറെഡി വന്നിട്ടുണ്ട്. സോ 6.5 ഇഞ്ചിൻ്റെ IPS LCD ഡിസ്പ്ലേ ആണ്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഉണ്ടാവും. സോ കഴിഞ്ഞ തവണ വരെ 90 ഹെർട്സിൻ്റെ ആയിരുന്നു. Realme 7 ആണെങ്കിലും Narzo 20 Pro ആണെങ്കിലും 90 ഹെർട്സ് ആയിരുന്നു മാക്സിമം. ഇത്തവണ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഉണ്ടാവും തീർച്ചയായിട്ടും. സോ അത് ഒഫീഷ്യലി ഫിക്സ്ഡ് ആണ്. 180 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും കൊടുത്തിട്ടുണ്ട്. ഈ Narzo 30 Proൻ്റെ ഡിസ്പ്ലേ സ്പെസിഫിക്കേഷനും പിന്നെ ഇതിൻ്റെ ചിപ്സെറ്റും പ്ലസ് റിയൽമി പുറത്ത് വിട്ട ഫോട്ടോ ഒക്കെ കമ്പയർ ചെയ്യുമ്പം എല്ലാം ഒരുമിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതും ഒരു റീബ്രാൻഡഡ് ഫോണാണ്. റിയൽമി ചൈനയിൽ ലോഞ്ച് ചെയ്ത Realme Q2ൻ്റെ റീബ്രാൻഡഡ് വെർഷനാണ്. ബാക്കിൻ്റെ ആ ഒരു ക്യാമറ മോഡ്യൂൾ, ഡിസ്പ്ലേ ഫീച്ചേഴ്സ് പിന്നെ ചിപ്സെറ്റ് എല്ലാം എക്സാക്ട്ലി സെയിം ആണ്. Realme Q2 എന്ന ഈ ഫോൺ BIS വെബ്സൈറ്റിൽ വന്നപ്പോൾ നമ്മളെല്ലാവരും വിചാരിച്ചത് ഇത് Realme 8 ആയിരിക്കും എന്നാണ്. പക്ഷേ Realme 8 അല്ല, ഇത് Narzo 30 Pro ആണ്. ഇതിലും 48 മെഗാ പിക്സലിൻ്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഉണ്ടാവും. ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. ആ ഒരു ഫോട്ടോയിൽ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 3 ക്യാമറ പിന്നെ ഒരു LED ഉണ്ട്. സോ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ ഉണ്ടാവും. 5000 mAh ബാറ്ററി. പക്ഷേ ആ ഒരു ചാർജിങ്ങിൻ്റെ സ്പീഡിൽ അല്ലെങ്കിൽ ചാർജിങ്ങിൻ്റെ പവറിൽ ലേശം ഡൗൺ ഗ്രേഡ് ഉണ്ട്. കഴിഞ്ഞ തവണ Narzo 20 Proൻ്റെ കൂടെ
നമുക്ക് 65 വാട്ടിൻ്റെ സൂപ്പർ ഡാർട്ട് ചാർജിങ് കിട്ടിയിരുന്നു. പക്ഷേ ഇത്തവണ ഒന്നുകൂടെ 30 വാട്ട് ആക്കിയിട്ടുണ്ട് അവർ. സോ എനിക്ക് തോന്നിയിരുന്നു കഴിഞ്ഞ തവണ കുറച്ച് കൂടിപ്പോയിരുന്നു. കാരണം റിയൽമി 7 പ്രോയിൽ കൊടുത്ത എക്സാക്ട്ലി ആ ഒരു പവർ ഇവിടെയും കൊടുത്തിരുന്നു നാർസോ 20 പ്രോയിൽ. പക്ഷേ അതെടുത്ത് മാറ്റി ഇപ്പോൾ നോർമൽ 30 വാട്ട് ആക്കിയിട്ടുണ്ട്. നാർസോ 30A പ്രൈസ് മിക്കവാറും 10,000 താഴെ ആയിരിക്കും. സോ അതൊരു ബഡ്ജറ്റ് കാറ്റഗറി ഫോണായിരിക്കും. നാർസോ 30 പ്രോയിൻ്റെ പ്രൈസ് സ്റ്റാർട്ടിങ് 14,999 ആയിരിക്കും. 14,999 ആണെങ്കിൽ ചീപ്പസ്റ്റ് 5G ഫോണാണ്. ഇന്ത്യ വരാൻ പോകുന്നതെങ്കിൽ ഇതുവരെയുള്ള ചീപ്പസ്റ്റ് 5G ഫോണായിരിക്കും റിയൽമി നാർസോ 30 പ്രോ. കാരണം 5G ചിപ്സെറ്റാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതുവരെ മറ്റൊരു കമ്പനിയും 5G ഫോൺ ഇതുവരെ ഇറക്കിയിട്ടില്ല. എന്തായാലും വരും, ഇതിൻ്റെ താഴെയും വരും. പക്ഷേ ഫസ്റ്റ് ഇപ്പം നിലവിൽ ചീപ്പസ്റ്റ് ഫോൺ 24th ലോഞ്ച് ആകുമ്പം ചീപ്പസ്റ്റ് 5G ഫോൺ ഇന്ത്യ ആയിരിക്കും നാർസോ 30 പ്രോ. ഇപ്പോൾ ഒരു 5G ഫോൺ വാങ്ങണോ വേണ്ടയോ? അതുമാത്രമല്ല ഇപ്പം 5Gൻ്റെ എന്താണ് സിറ്റുവേഷൻ, എയർടെൽ ആണെങ്കിലും വോഡാഫോൺ, ഐഡിയ, ജിയോ എന്താണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ, അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിരുന്നു. 2 ദിവസം മുന്നെയാണ് അപ്ലോഡ് ചെയ്തത്. തീർച്ചയായിട്ടും കണ്ടു നോക്കുക, നല്ല നോളജ് കിട്ടും. 24th ഫെബ്രുവരി ആണ് റിയൽമി നാർസോ 30 സീരീസിൻ്റെ ലോഞ്ച്. അന്ന് ഞാൻ കുറച്ചുകൂടെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ അപ്ലോഡ് ചെയ്യാം, ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഈ വീഡിയോയിൽ ഇത്ര മാത്രം. അടുത്ത വീഡിയോയിൽ നമ്മൾ തമ്മിൽ വീണ്ടും കാണുന്നവരെ ദിസ് ഇസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.